की बोलो भारत माता की रामचंद्रन अमर रहे रामचंद्रन अमर रहे रामचंद्रन Police! Fuck! Down! Reload! നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന് കണ്ണീരോടെ വിട ചൊല്ലി നാട്. ഗവർണറും ജനപ്രതിനിധികളും നാട്ടുകാരും രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മകൾ ആരതി, മകൻ അരവിന്ദ്, ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവം ആദരമർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണുകളെപ്പോലും ഈർന്നണിയിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും നവമി ദിനേശും ചേരുന്നുണ്ട്. ഡാനി, ഏറെ വൈകാരികമായ കാഴ്ചകളാണ്. നവമിയാണ് ചേരുന്നത്. നവമി, ഏറെ വൈകാരികമായ കാഴ്ചകളാണ് ഇന്ന് കൊച്ചിയിലെ രാമചന്ദ്രന്റെ വീട്ടിലും പിന്നീട് പൊതുശ്മശാനത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീട്ടുകാരൊക്കെ ഏറെ വൈകാരികമായി രാമചന്ദ്രന് വിട പറയുന്ന കാഴ്ചകൾ. ഗവർണർ, മറ്റ് ജനപ്രതിനിധികളൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നല്ലോ. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്? രാവിലെ 7 മണിയോടുകൂടി തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചു. ആ സമയം മുതൽ ഏകദേശം 10 മണിവരെ ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. അത് രാമചന്ദ്രനെ പരിചയമുള്ളവർ മാത്രമായിരുന്നില്ല, അറിയാത്തവർ, ഈ വാർത്ത കേട്ട് മാത്രം എത്തിയവർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭീകരതയ്ക്ക് അതിനിരയാകേണ്ടി വന്ന രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒരാശ്വാസവാക്ക് നൽകുന്നതിനും അദ്ദേഹത്തിന് നമ്മൾ എല്ലാവിധ ബഹുമാനവും നൽകണം, അല്ലെങ്കിൽ ആദരവ് നൽകി തന്നെ അദ്ദേഹത്തെ യാത്ര അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ആ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ അമ്മയും മകളും അതിന് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ, രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് ഇവിടെ അണിയാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ കുട്ടികൾ സ്വന്തം ആ കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു രാമചന്ദ്രന് വെടിയേറ്റ് മരിച്ചത്. ആ കുട്ടികളടക്കം ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയുന്ന കാഴ്ചയായിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മളിവിടെ കണ്ടത്. 7 മണി മുതൽ ഏകദേശം 10 മണി വരെയായിരുന്നു ആ പൊതുദർശനം നീണ്ടത്. 9:30 പൊതുദർശനം അവസാനിപ്പിക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർക്കത് പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞില്ല. 10 മണി വരെ നീണ്ടു. അതിനുശേഷം വിലാപയാത്രയായി തന്നെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടേക്കെത്തി അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, വി മുരളീധരൻ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി മന്ത്രി പി രാജീവും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അവർ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് നൽകി. അതും നീണ്ടുപോയി. അവിടേക്കും വീട്ടിലേക്കും ആളുകളുടെ ഒഴുക്കായിരുന്നു. കാരണം അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് ചങ്ങമ്പുഴ പാർക്കിൽ സാധിക്കാത്തവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം. ഏകദേശം 1 മണിയോടുകൂടിയാണ് മൃതദേഹം പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചത്. ആദ്യം 12 മണിയായിരുന്നു തീരുമാനിച്ചത്, പക്ഷേ അത് 1 മണിയായി. 1 മണിക്ക് പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചു. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടി തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത്. കാരണം അങ്ങനെ നമ്മുടെ രാമചന്ദ്രൻ എന്നൊരു വ്യക്തി, അയാൾ മരിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്, നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ ആദരവ് നൽകാൻ കഴിയുമോ, ബഹുമാനം നൽകാൻ കഴിയുമോ, അത് അങ്ങനെ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചയായിരുന്നു. മകളും ഭാര്യയും മകനും കുഞ്ഞു കുട്ടികളും ഒക്കെയുള്ള അവരുടെ നിലവിളി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാം വൈകാരികമായിട്ടുള്ളൊരു രംഗം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയവർക്ക് എല്ലാവർക്കും കണ്ണ് നനയാണ്ട് പോകാൻ കഴിഞ്ഞില്ല.
ഒപ്പം ജനപ്രതിനിധികളടക്കം അവിടെ എത്തി. നമ്മളോടൊപ്പം ഡാനി കൂടി ചേരുന്നുണ്ട്. ഡാനിയോട് ചോദിക്കാം, ഡാനി, നമ്മൾ ഈ ചങ്ങമ്പുഴ പാർക്കിലും ആ വീട്ടിലും പൊതുദർശന ഈ ശ്മശാനത്തിലുമൊക്കെ കണ്ടത് ഒരു ജാതിയോ ഒരു മതമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ, രാഷ്ട്രീയമൊന്നും വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിച്ച് എത്തിയ ഒരു കാഴ്ച. നമുക്ക് ഈ ഭീകരതയ്ക്കെതിരെ പോരാടണമെന്ന സന്ദേശം, മുദ്രാവാക്യങ്ങളെല്ലാം ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അവിടെ എത്തിയവരെല്ലാവരും കണ്ടത്. ഏതൊക്കെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെയാണ് ഇവിടെ എത്തിയത്? അതിനപ്പുറം ഒരു പൊതുസമൂഹം, കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഇതിനൊപ്പം നിൽക്കുന്നു എന്നതാണ്. എത്രയോ വലിയൊരു സന്ദേശമാണ് അത് നൽകുന്നത്. കാരണം ആരും മാറി നിൽക്കുന്നില്ല. ഈ ഒരു സമയത്ത് കൂടെ നിൽക്കേണ്ടതാണ്. ഒരു കുടുംബം അത് അവരെ വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്ക് ഒറ്റപ്പെടുന്ന, നിരാലംബമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അത് വളരെ വൈകാരികതയോടുകൂടിയാണ് ഈ സമയത്തും ഇവിടെ എല്ലാം തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനിടയിലും അവർ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുക, ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ്. ഇവിടെ ഗോവ ഗവർണർ, അതോടൊപ്പം തന്നെ കേരള ഗവർണർ, പ്രതിപക്ഷ നേതാവ് മന്ത്രി പി രാജീവ് അടക്കം അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നു. കാരണം ഇവിടെ ഇതൊരു പ്രധാന വ്യക്തിത്വങ്ങളുടെ കണക്കെടുത്താൽ അത് നീണ്ടു പോകുന്നത് തന്നെയാണ്. മന്ത്രിമാരും എംഎൽഎമാരും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളടക്കം എല്ലാവരും തന്നെ ഇവിടേക്ക് വരികയും ചെയ്യുന്നു. കാരണം അത് പൊതുവിൽ നൽകുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. ഇത് ഈ രീതിയിൽ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടങ്ങൾ തന്നെയാണ്. കേരളം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഒരുമയോടെ നിന്നുകൊണ്ട് അങ്ങനെ നിന്ന് പോകുന്ന ഒരു പൊതു മാനവികതയുടെ ചിത്രം തന്നെയാണ് എല്ലായ്പ്പോഴും കേരളം നൽകുകയും ചെയ്യുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു കാഴ്ച തന്നെയാണ് ഇവിടേക്ക് കാണാൻ കഴിഞ്ഞത്. നവമി നേരത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് രാവിലെ ഇവിടേക്ക് സാധാരണ ചങ്ങമ്പുഴ പാർക്ക് ഇവിടെ ഒരു പൊതു സാംസ്കാരിക ഭൂമികയാണ്, ഒരിടമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ എടപ്പള്ളി സ്വദേശിയാണ്. ഇവിടെ ഈ മരണമടഞ്ഞ രാമേന്ദ്രൻ ചേട്ടനെ നേരിട്ട് പരിചയമുള്ളതാണ്. നാളുകളായിട്ട് കുറേ കണ്ട് നമുക്ക് അഭിവാദ്യം നേർന്ന് തിരിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. വളരെ സാധുവായ ഒരു മനുഷ്യൻ. അദ്ദേഹം തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലും പലതവണയായിട്ട് കണ്ടുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പൊതു ഇടം എന്ന രീതിയിൽ ചങ്ങമ്പുഴ പാർക്കിനെ അടയാളപ്പെടുത്തുമ്പോഴും അത് ഇങ്ങനെ ഒരു അന്തിമാഭിവാദ്യം നേരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ഭൂമിയായിട്ട് ഇതാദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഈ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ഇടയിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിനോടുള്ളൊരു ആദരവും ഈ എങ്ങനെ സംഭവിച്ചു എന്നത് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ അതിൽ എല്ലാവരും തന്നെ ഇത് എടപ്പള്ളി ഈ പ്രദേശത്തുകാരെല്ലാവരും ഇവിടേക്ക് മുഴുവൻ പേരും വരാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ആളുകൾ ഈ ഒരു പൊതു ഇടം എന്ന രീതിയിൽ നിശ്ചയിക്കപ്പെട്ടതും ഇവിടേക്ക് ആളുകൾ വന്നെത്തിയതും എല്ലാം തന്നെയും. ഇവിടെയും ആ ഒരു നിര നീണ്ടുപോയി. പിന്നീട് ആ വീട്ടിലേക്കും ആളുകൾ, നിരവധിയായ ആളുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും അടക്കമുള്ളവർ അവിടേക്കാണ് എത്തിയത്. അതോടൊപ്പം മറ്റ് പല വിശിഷ്ട വ്യക്തികളും അവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. അവിടെയും കഴിയുന്നില്ല. കാരണം പിന്നെയും പൊതു ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകളിലായിട്ട് കൊണ്ടുപോകുമ്പോഴും അവിടേക്കും ഇവരെല്ലാവരും തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നവർ ഇന്ന് ചിത കത്തിയിരിയുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം മന്ത്രി പി രാജീവ്, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനുമാണ് അറിയിത്ത സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അവരെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. മേയർ എം അനിൽകുമാർ, അദ്ദേഹം ഇതിൻ്റെ ഒരു നെടുനായകത്വം ഈ ചടങ്ങുകളുടെ എല്ലാത്തിൻ്റെയും ഈ പൊതു പരിപാടികളുടെയും എല്ലാത്തിൻ്റെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ സജീവമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ആ ഒരു ദിവസം അടയാളപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതുകൂടി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോവുകയും ചെയ്യരുത്. കാരണം ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു മാനവികതയുടെ വലിയ സന്ദേശം തന്നെയാണ് ഇന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഡാനി പറഞ്ഞതുപോലെ ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പലതവണ രാമചന്ദ്രൻ വന്നതാണ്, സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ചതാണ്, ഇവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾ പോലും ഈ രാമചന്ദ്രൻ വിടവാങ്ങി എന്ന് അറിഞ്ഞ ദിവസം മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളും ഒക്കെ സംസാരിക്കുമ്പോൾ അവരാരും തന്നെ അദ്ദേഹത്തെ ഒരു മോശം വാക്ക് അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം സ്നേഹമാണ് ആ നാട്ടുകാർക്കുള്ളത്,
എന്നുള്ളത് അയാളോടൊന്ന് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അത്രയും വൈകാരികമായി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ചുക്കാൻ പിടിക്കുന്നത്, അമ്പലത്തിലെ പരിപാടികളിൽ ഭാരവാഹിയായിട്ടൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തി. ഈ സംഭവം നടക്കുന്നത്, അതായത് രാമചന്ദ്രൻ മരണപ്പെടുന്നതിന് തലേ ദിവസം പോലും ഈ ചങ്ങമ്പുഴ ഇവിടെ വന്നതാണ്, ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ വന്നതാണ്, സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ നിന്ന് ചിലവഴിച്ചതാണ്. പക്ഷേ അവരോടൊപ്പം സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്, മകൾ വിദേശത്തു നിന്ന് എത്തിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളൊരു വിനോദയാത്രയ്ക്കായി കശ്മീരിലേക്ക് പോവുകയാണ്, ഭാര്യയുണ്ട്, പേരക്കുട്ടികൾക്കൊപ്പം പോവുകയാണെന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞ് പിരിഞ്ഞ ഒരിടം കൂടിയാണ്. പക്ഷേ ആ ഇടത്തേക്ക് അദ്ദേഹം എത്തുന്നത് ചേതനയേറ്റ ശരീരത്തോടു കൂടിയാണ്. ഇനി ആ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ പറ്റില്ല, സമയം ചിലവിടാൻ പറ്റില്ല എന്ന് അവരാരും തന്നെ കരുതിയിരുന്നില്ല. അത്രയേറെ ദുഃഖത്തോടുകൂടി, അത്രയേറെ വേദനയോട്, സഹിക്കാൻ കഴിയാത്ത വേദനയോടുകൂടിയാണ് സുഹൃത്തുക്കൾ ഇക്കാര്യം നമ്മളോട് പങ്കുവച്ചത്. ആ വീട്ടിൽ ചെന്നപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഈ വിദേശയാത്ര, ഈ വിദേശത്തായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത്. പ്രവാസ ജീവിതത്തിന് ശേഷം വിശ്രമത്തിനായി വീട്ടിലേക്കെത്തി, ഇടപ്പള്ളിയിലെ വീട്ടിലേക്കെത്തി. അവിടെയുള്ള പൂന്തോട്ടം അതെത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെ ചെറിയ രീതിയിൽ കൃഷിയുണ്ട്. അങ്ങനെ വീടും കുടുംബവും നാട്ടുകാരും ഒക്കെയായി വലിയ സ്നേഹത്തോടു കൂടിയും സാഹോദര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതാണ്. അവിടെ വെച്ചാണ് ഭീകരരുടെ തോക്കിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയേണ്ടി വന്നത്. മകൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് കേട്ടോ, എത്ര ധൈര്യത്തോടു കൂടിയാണ് മകൾ മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞതൊക്കെ. പക്ഷേ ആ ധൈര്യമൊന്നും ഇന്ന് കണ്ടില്ല. കാരണം അത്രയും വൈകാരികമായി കരച്ചിലോടുകൂടിയാണ് ആ മകൾ ഇന്ന് അച്ഛൻ്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞത്. മകനായിക്കോട്ടെ, അവരൊക്കെ വലിയ വേദനയിലാണ്. കാരണം അത്രയും നാൾ കൂടെയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് നിമിഷങ്ങൾ മുൻപ് വരെ വിശേഷങ്ങൾ പങ്കിടാനായി മകനെ വിളിച്ച അച്ഛൻ ഒരു നിമിഷം ഇപ്പുറം മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം അതെത്രമാത്രം വലുതാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ്. എന്തായാലും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ കേരളം ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാവരും അവരെ, ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയതാണ്. അദ്ദേഹം എങ്ങനെയാണോ മരിച്ചത്, അതിന് നമ്മുടെ രാജ്യം അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകണമെന്ന് ഒന്നടങ്കം പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് ജയ് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇനി നമ്മളെല്ലാവരിലും ജീവിക്കുമെന്ന ഉറച്ച മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ വന്നവരെല്ലാവരും പിരിഞ്ഞു പോയത്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ പ്രതിനിധീകരിച്ചോ ഒന്നുമല്ല. എല്ലാ മതസ്ഥരും ഇവിടെ എത്തി. ഇസ്ലാം വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു, ക്രൈസ്തവ പുരോഹിതരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ എത്തി രാമചന്ദ്രന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയായിരുന്നു. അത് തന്നെയാണ് നവമി ദിനേശും ഡാനിപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം, കേരളം ഒന്നടങ്കം, രാജ്യം ഒന്നടങ്കം രാമചന്ദ്രന് വിട നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ രാമചന്ദ്രന് വിട നൽകിയത്.